നമസ്കാരം. ഒരുപാട് നാളത്തെ പ്രയത്നത്തിനും കാത്തിരിപ്പിനും ശേഷം എൻ്റെ ചാനൽ മോണിറ്റൈസേഷനുള്ള ക്രൈറ്റീരിയ പൂർത്തിയാക്കിയിരിക്കുകയാണ്. 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും കംപ്ലീറ്റ് ആക്കി മോണിറ്റൈസേഷൻ ചെയ്യുന്നതിനുള്ള അപ്ലൈ ബട്ടൺ ഓപ്പണായി വന്നിട്ടുണ്ട്. എന്നെപ്പോലുള്ള ന്യൂ ക്രിയേറ്റേഴ്സ് ഉണ്ട്, മോണിറ്റൈസേഷന് അടുത്തെത്തി നിൽക്കുന്നവരുണ്ട്, മോണിറ്റൈസേഷൻ ആകാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രയത്നിക്കുന്നവരുണ്ട്. മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ചെറിയ ടെൻഷനും ആവേശം കൊണ്ടൊക്കെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കാം. ഈ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ 3 സ്റ്റെപ്പുകളാണ് ഇതിൽ കാണിക്കുന്നത്. ഓരോ സ്റ്റെപ്പും ചെയ്യുമ്പോൾ അത് അപ്രൂവൽ ആകാൻ 2-3 ദിവസത്തെ കാലതാമസം എടുക്കുന്നതാണ്. ഇതെങ്ങനെ തെറ്റുകൂടാതെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പും ചെയ്യുമ്പോഴും അതിൻ്റെ വീഡിയോ എങ്ങനെയാണ് അത് ചെയ്തതെന്നുള്ള വീഡിയോ നിങ്ങളെ കാണിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഇതാണ് എൻ്റെ ചാനലിൻ്റെ ഡാഷ്ബോർഡ്. സബ്സ്ക്രൈബേഴ്സ് കാണുന്നുണ്ട്. ലാസ്റ്റ് വീഡിയോകളുടെയൊക്കെ ഡീറ്റെയിൽ ഇവിടെ നമുക്കറിയാവുന്നതാണ്. ലെഫ്റ്റ് സൈഡിൽ ഏണെന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ അറിയാവുന്നതാണ്. ഏണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് എൻ്റെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാനുള്ള ബട്ടൺ ഓണായി വന്നിട്ടുണ്ട്. താഴോട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ ക്രൈറ്റീരിയയും കംപ്ലീറ്റ് ആയതായിട്ട് കാണിക്കുന്നുണ്ട്. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമുക്ക് ഓൾറെഡി ചാനൽ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതറിയാത്തവരുണ്ടെങ്കിൽ ഞാനിപ്പോൾ ജസ്റ്റ് വേറൊരു ചാനലിൻ്റെ ഇത് കാണിച്ചു തരാം. ചാനലിൻ്റെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് അതിൽ ഏണെന്നുള്ള ഓപ്ഷൻ എടുക്കുക. അപ്പോൾ താഴോട്ട് വരുമ്പോൾ നമുക്ക് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ടേൺ ഓൺ എന്ന് കാണിക്കുന്നതാണ്. അകത്തെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അത് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ വീണ്ടും ടേൺ ഓൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം 1-2 സെക്കൻഡ് കഴിയുമ്പോഴത്തേനും പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒരു ടിക്ക് മാർക്ക് കാണിക്കുന്നതാണ്. അടുത്ത മോണിറ്റൈസേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് അപ്ലൈ നൗ കൊടുത്തു കഴിയുമ്പോൾ 3 സ്റ്റെപ്പാണ് കാണിക്കുന്നത്. ആദ്യത്തെ റിവ്യൂ ബേസ്ഡ് ടൈം, രണ്ടാമത്തത് ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ളതാണ്, മൂന്നാമത്തത് നമ്മൾ ആഡ്സെൻസ് അക്കൗണ്ട് ഓപ്പൺ ആയി കഴിയുമ്പോഴും യൂട്യൂബ് തന്നെ നമ്മുടെ ചാനൽ റിവ്യൂ ചെയ്തതിന് ശേഷം അപ്രൂവൽ തന്നാൽ മാത്രമാണ് നമുക്ക് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇവിടെ സ്റ്റെപ്പ് 1 എന്നുള്ളതിൻ്റെ തൊട്ട് താഴെ സ്റ്റാർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ആക്റ്റീവായിട്ട് കിടക്കുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ടേം ആൻഡ് കണ്ടീഷൻ ഓപ്പണായിട്ട് വരുന്നതാണ്. ഇത് വായിച്ച് നോക്കേണ്ടവർ അത് മുഴുവൻ വായിച്ച് മനസ്സിലാക്കുക. താഴോട്ട് നമുക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഒരു ബോക്സ് ആണ്. അവിടെ നമുക്ക് ടിക്ക് മാർക്ക് കൊടുക്കേണ്ടതാണ്. അവിടെ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം റൈറ്റ് സൈഡിൽ അക്സെപ്റ്റ് ടേം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ആകുന്നതിന് വേണ്ടി 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതായി കഴിയുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ ഡൺ എന്നുള്ള ഓപ്ഷൻ കാണാം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ആഡ്സെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ളതാണ്. യൂട്യൂബിലെ വരുമാനം നമുക്ക് ആഡ്സെൻസ് വഴിയാണ് നമ്മുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ആകുന്നത്. അതിനായിട്ട് നമുക്ക് സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പുതിയൊരു വിൻഡോ ഓപ്പണായി വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് 3 ഓപ്ഷനുകൾ കാണാവുന്നതാണ്. നിലവിൽ ആഡ്സെൻസ് അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആഡ്സെൻസ് അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ രണ്ടാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു വിൻഡോ ഓപ്പണായിട്ട് വരുന്നതാണ്. ഇവിടെ നമുക്ക് ഗൂഗിൾ ആഡ്സെൻസുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടുന്ന ഇമെയിൽ ID അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഗൂഗിൾ ആഡ്സെൻസിൻ്റെ വെബ്സൈറ്റ് ഓപ്പണായിട്ട് വരുന്നതാണ്. ഇവിടെ നമ്മുടെ പേര് കാണിക്കും. തൊട്ട് താഴെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് കാണിക്കുന്നതാണ്. അതിൻ്റെ തൊട്ട് താഴെ ഗെറ്റ് മോർ ഔട്ട് ഓഫ് ആഡ്സെൻസ് എന്നൊരു ഹെഡിങ് കാണാം. അതിൻ്റെ തൊട്ട് താഴെ 2 ഓപ്ഷനുകളുണ്ട്. അതിൽ ആദ്യത്തെ ഓപ്ഷനിൽ നമുക്കൊരു ടിക്ക് മാർക്ക് കൊടുക്കുക. യെസ് സെൻഡ് മീ കസ്റ്റമൈസ് ഹെൽപ്പ് ആൻഡ് പെർഫോമൻസ് സജഷൻസ് എന്നുള്ള ആ ഓപ്ഷനിൽ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. തൊട്ട് താഴെ സെലക്ട് യുവർ കൺട്രി ഓർ ടെറിട്ടറി എന്നുള്ളിടത്ത് നമ്മളുടെ കൺട്രി സെലക്ട് ചെയ്യുക. ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അവിടെ കുറേ ഓപ്ഷനുകൾ വരുന്നതാണ്. അവിടെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ രാജ്യം സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അവിടെ ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്യുക. വീണ്ടും താഴോട്ട് വരുമ്പോൾ ഒരു ടേം ആൻഡ് കണ്ടീഷൻ കാണിക്കുന്നതാണ്. അവിടെ നമുക്കൊരു ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം യെസ് എന്നുള്ളത് ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വിൻഡോ ഓപ്പണായിട്ട് വരുന്നതാണ്. ഇവിടെ സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ കസ്റ്റമർ ഇൻഫർമേഷൻ കൊടുക്കാനുള്ള ഒരു വിൻഡോ ഓപ്പണായിട്ട് വരുന്നതാണ്. ഞാൻ ഓൾറെഡി 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തുകൊണ്ട് എൻ്റെ പ്രൊഫൈൽ ഡീറ്റെയിലൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന പാൻ കാർഡ് ഡീറ്റെയിൽസൊക്കെ മറ്റൊരാളുടെ ആണെങ്കിൽ നമുക്കിതൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ പ്രൊഫൈൽ ഓൾറെഡി കാണിക്കുന്ന പ്രൊഫൈൽ തന്നെയാണ് കൊടുക്കേണ്ടതെങ്കിൽ നമുക്ക് താഴോട്ടുള്ള ഫോമുകൾ അഡ്രസ്സുകളൊക്കെ ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പുതിയൊരു ആളുടെ നമ്മുടെ പാൻ കാർഡൊക്കെ കറക്റ്റല്ല, നമുക്ക് മറ്റൊരാളുടെ അക്കൗണ്ട് നമ്പറൊക്കെയാണ് കൊടുക്കേണ്ടതെങ്കിൽ നമുക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനായിട്ട് നമ്മുടെ ഈ പ്രൊഫൈൽ കാണിക്കുന്ന
സൈഡിൽ ഒരു ആരോ മാർക്ക് കാണിക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ക്രിയേറ്റ് പേയ്മെൻറ്റ്സ് പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ വരുന്നതാണ്. അകത്തെ നമുക്ക് ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം താഴോട്ടുള്ള ഭാഗം ഫില്ല് ചെയ്യുക. താഴെ ഇൻഡിവിജ്വൽ എന്നുള്ളത് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ നമ്മൾ ആരുടെ പാൻ കാർഡാണോ കൊടുക്കുന്നത് ആ പാൻ കാർഡിലുള്ള ആളുടെ പേര് ആ പാൻ കാർഡിലുള്ള പോലെ തന്നെ അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ അഡ്രസ് ലൈൻ 1 എന്നുള്ളിടത്ത് നമ്മുടെ അഡ്രസ്സ് ഫുള്ളായിട്ട് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. വീട്ടുപേര്, പോസ്റ്റ് ഓഫീസ്, ഇതെല്ലാം ആ ഒറ്റ ബോക്സിൽ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ അഡ്രസ് ലൈൻ 2 എന്നുള്ളിടത്ത് കോണ്ടാക്റ്റ് എന്നെഴുതുക. അതിനുശേഷം 2 കുത്തിടുക. അതിനുശേഷം നമ്മുടെ ഫോൺ നമ്പർ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. താഴെ സിറ്റി എന്ന് കാണിക്കുന്നിടത്ത് നമ്മുടെ ഡിസ്ട്രിക്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മളേത് ഡിസ്ട്രിക്റ്റിലാണ് താമസിക്കുന്നത് ആ ഡിസ്ട്രിക്റ്റ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ താഴെ പോസ്റ്റൽ കോഡ് നമ്മുടെ പിൻ കോഡ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം താഴെ സ്റ്റേറ്റ് കേരള എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അതർ സ്റ്റേറ്റ് ആണെങ്കിൽ ആ സ്റ്റേറ്റ് ഏതാണോ ആ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴെ വീണ്ടും നമ്മുടെ ഫോൺ നമ്പർ നമ്മളെ മുകളിൽ കൊടുത്ത അതേ ഫോൺ നമ്പർ തന്നെ അവിടെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു പോപ്പപ്പ് ബോക്സ് ഓപ്പണായിട്ട് വരുന്നതാണ്. അത് റീഡയറക്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത ആ മെയിൻ പേജിലേക്ക് റീഡയറക്റ്റായിട്ട് പോകുന്നതാണ്. മെയിൻ പേജിൽ വരുമ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇൻ പ്രോഗ്രസ് എന്ന് കാണിക്കുന്നതാണ്. ഗൂഗിൾ ആഡ്സെൻസ് അതിന് അപ്രൂവൽ തന്നു കഴിയുമ്പോഴാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ കാണിച്ചിരിക്കുന്ന പോലെ ഡൺ എന്നുള്ള ഓപ്ഷൻ അവിടെ കാണിക്കുകയുള്ളൂ. ആ ഡൺ വന്നതിന് ശേഷമാണ് നമുക്ക് മുമ്പോട്ടുള്ള മൂന്നാമത്തെ സ്റ്റെപ്പുകളിലേക്കൊക്കെ കടക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത് അപ്രൂവൽ ആയതിനു ശേഷം അടുത്ത സ്റ്റെപ്പുകൾ കാണിച്ചു തരുന്നതാണ്. ആദ്യത്തെ 2 സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആണ് കാണിച്ചത്. മൂന്നാമത്തെ സ്റ്റെപ്പ് യൂട്യൂബാണ് ചെയ്യുന്നത്. യൂട്യൂബ് നമ്മുടെ ചാനൽ റിവ്യൂ ചെയ്തതിന് ശേഷം അതിൽ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ നമുക്കത് അപ്രൂവൽ ആക്കി തരുന്നതാണ്. ഇത് അപ്രൂവൽ ആയതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ കാണിച്ചു തരുന്നതാണ്.